ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ പത്രോസ് പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിന്റെ ഭാഗമാണല്ലോ. അതിനുള്ള ബന്ധത്തിൽ അതിന്റെ 41-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും ഒപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതിലാദ്യത്തെ ഭാഗം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നുള്ള ഭാഗത്തെപ്പറ്റി നമുക്ക് അല്പമായി ചിന്തിക്കാം. അത് കഴിഞ്ഞതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പം അതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ള ഭാഗം നമുക്ക് ഗൗരവമായി തിരുവചന വെളിച്ചത്തിൽ അല്പമായി ശ്രദ്ധിക്കാം. പൊതുവിൽ ജനത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണല്ലോ ഉപദേശം കേൾക്കുക എന്നത്. സാധാരണഗതിയിൽ എപ്പോഴും സ്വയം നീതീകരണം നടത്തുന്ന മനുഷ്യന് മറ്റുള്ളവരുടെ അഭിപ്രായമോ ഉപദേശമോ അത്ര സ്വീകാര്യമായി തോന്നണമെന്നില്ലല്ലോ. ഈ സങ്കീർത്തനം 19:12 തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരെന്ന് വായിക്കുന്നു. ദൈവത്തിന് ബോധിച്ച ദാവീദിന് പോലും നാഥാൻ പ്രവാചകൻ കഥാരൂപത്തിൽ തൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ മനസ്സിലായില്ല. താൻ ചെയ്ത തെറ്റിനെ പറ്റി മനസ്സിലാക്കാതെ കഥാനായകന് വിരോധമായി വിധി പ്രസ്താവിക്കും. അപ്പോൾ നാഥാൻ പ്രവാചകൻ പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ. ഉടനെ ദാവീദ് അത് അംഗീകരിച്ചു, തൻ്റെ പാപമേറ്റു പറയുന്നു. അത് 2 ശമൂവേൽ 12-ാം അധ്യായത്തിലെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ദൈവജനം വായിച്ച് ആ വിഷയം ധ്യാനിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണമെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ. അപ്പോൾ ദൈവസഭയിൽ അപ്പോസ്തലന്മാരുണ്ടോ? യേശു നിയോഗിച്ചേക്കപ്പെടുന്ന അപ്പോസ്തലന്മാരെ കൂടാതെ വേറെ അപ്പോസ്തലന്മാർ ഇല്ല എന്ന് പോലും ചിന്തിക്കുന്ന വേദശാസ്ത്രിമാരുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:24 മത്തിയാസും, അപ്പോസ്തല 9-ാം അധ്യായത്തിൽ ശൗലിനെ അപ്പോസ്തലനായി പൗലോസാക്കി ദൈവം തെരഞ്ഞെടുത്തതും ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-12 വാക്യങ്ങളിൽ വ്യക്തമാണല്ലോ. തുടങ്ങിയ നിരവധി അപ്പോസ്തലന്മാരെ പറ്റിയുള്ള പരാമർശങ്ങൾ തിരുവചനത്തിലുടനീളം കാണാം. ഗലാത്യർ 1:19 യേശുവിന്റെ അനുജനായ യാക്കോബിനെ അപ്പോസ്തലനെന്ന് കാണാൻ കഴിയും. കള്ള അപ്പോസ്തലന്മാരെ പറ്റി 2 കൊരിന്ത്യർ 11:13 വെളിപ്പാട് പുസ്തകം 2:2 വായിക്കാൻ കഴിയും. സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരും കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 12:28 വാക്യവും എഫേസ്യ ലേഖനം 4:15 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരും തുടങ്ങി വിവിധതരം ശുശ്രൂഷകരെയാണ് ദൈവസഭയിൽ കാണുക. ദൈവത്തിന്റെ സഭയിലുള്ള എല്ലാ ദൈവമക്കളും രാജീയ പുരോഹിത വർഗമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2:5-9 വെളിപ്പാട് പുസ്തകം 1:6, 5:10 തുടങ്ങിയ വാക്യങ്ങൾ ഇത് കാണാം. യേശുക്രിസ്തു ആണെങ്കിൽ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനും തന്റെ പൗരോഹിത്യം കൈമാറാൻ കഴിയാത്തതുമാണ്. ഇബ്രാഹിം 6:20, 7:24 തുടങ്ങി വായിക്കുന്നു. അതുകൊണ്ട് ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളും രാജകീയ പുരോഹിതന്മാരാണ്. പ്രത്യേകിച്ച് പുരോഹിതന്മാരാരുമില്ല. സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച ഇടയന്മാരും മറ്റു ശുശ്രൂഷകന്മാരും ഉണ്ട്. നമ്മുടെ വിഷയം ഉപദേശം കേൾക്കുക എന്നതാണല്ലോ. ധാരാളം ദുരുപദേശങ്ങളും പഠിപ്പിക്കലുകളും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് പുളിച്ചും അവനെ സൂക്ഷിപ്പാൻ കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. 28:20 കർത്താവ് തന്നെ അപ്പോസ്തലന്മാരോട് ജനത്തെ ഉപദേശിച്ച് ശിഷ്യരാക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നല്ലോ. ഉപദേശം ആവശ്യമാണെന്ന് സ്പഷ്ടം. അതുകൊണ്ട് തിരുവചന വെളിച്ചത്തിലുള്ള ഉപദേശം തന്നെ മാത്രം ദൈവസഭയ്ക്ക് അംഗീകരിക്കാനാവും. വചനത്തോട് കൂട്ടുവാനോ നീക്കുവാനോ പാടില്ലല്ലോ. ഉദാഹരണത്തിന് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. 6-ാം വാക്യത്തിൽ അത് യേശുവാണെന്നും എഴുതിയിരിക്കുന്നല്ലോ. ഇതിന് വിരുദ്ധമായി മറിയത്തെ സഹരക്ഷകയായും മരിച്ചുപോയ അനേകം മധ്യസ്ഥന്മാരാക്കിയും പ്രാർത്ഥിക്കുന്ന പല സംഘടനകളും നമുക്ക് കാണാമല്ലോ. അവയൊന്നും ദൈവത്തിന്റെ സഭയായി ദൈവം പരിഗണിക്കില്ല. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി വചനബന്ധിയായ ഉപദേശങ്ങൾ കേട്ടു പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ തിരുവചനത്തെ വളരെ വിചിത്രമായി വ്യാഖ്യാനിക്കുന്ന അനുഭവങ്ങൾ ധാരാളം കാണാം.
അതിലേറ്റവും വിചിത്രവും തിരുവചനവുമായി പൊരുത്തപ്പെടാത്തതുമായ ആചാരം യേശുവിൻ്റെ അമ്മയായ മറിയത്തെ പറ്റിയാണ്. താൻ അമലോത്ഭവയാണെന്ന് ഒരു കൂട്ടം ആളുകൾ പഠിപ്പിക്കുന്നു. 1% പോലും സത്യമല്ലാത്ത വ്യാജമാണതെന്ന് തിരുവചനം വായിച്ചിട്ടുള്ളവർക്ക് ആർക്കും ബോധ്യമാണ്. കാരണം വചനത്തിൽ ഒരിടത്തും പരോക്ഷമായി പോലും അത്തരത്തിലൊരു സൂചനയില്ല എന്നത് തന്നെ കാരണം. ഹാനോക്ക്, നോഹ, അബ്രഹാം, മോശ, യോശുവ, ശമൂവേൽ, യിരെമ്യാവ്, സ്നാപകയോഹന്നാൻ തുടങ്ങിയുള്ളവരുടെ വിശദമായ ചരിത്രമുള്ളപ്പോൾ മറിയത്തിന്റെ അപ്പനെ പറ്റിയുള്ള ഒരു ചെറിയ പരാമർശം മാത്രമേ കാണുന്നു. യിരെമ്യാ പ്രവാചകനെ പറ്റി പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിച്ചു എന്നാണ്. യിരെമ്യാ പ്രവാചക പുസ്തകം 1-5 വാക്യം. യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ്. ലൂക്കോസ് 1:40 കാണാമല്ലോ. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്നാണ്. മത്തായി 11:11. യോഹന്നാനെ പോലും അമലോത്ഭവൻ എന്ന് പറയുന്നില്ല. തൻ്റെ അപ്പൻ പുരോഹിതൻ കൂടിയായിരുന്നിട്ടു അങ്ങനെ പറയുന്നില്ല. ദൈവം പലരുടെയും ജനനത്തിനു മുൻപ് തന്നെ അവരുടെ പേരുകൾ കൽപ്പിച്ചിട്ടുണ്ട്. ധാരാളം തെളിവ് നമുക്കുണ്ടല്ലോ. എന്നാൽ മറിയത്തിന് ദൈവം എന്തെങ്കിലും പ്രത്യേകത കൽപ്പിച്ചിരുന്നെങ്കിൽ അതിൻ്റെ സൂചനകൾ തിരുവെഴുത്തിൽ കാണുമായിരുന്നില്ലേ? വചനത്തോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ നമുക്ക് അവകാശമില്ലാത്തതുകൊണ്ട് ഇത്തരം വ്യാജ ഉപദേശങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയും. റോമർ 5:12 എല്ലാവരും ജന്മന തന്നെ അദാമ്യ പാപത്തിന്റെ പിന്തുടർച്ച എന്ന നിലവിലുള്ള പിന്തുടർച്ച എന്ന നിലയിലുള്ള മരണത്തിന് വിധേയമായ ജനനമാണ് പ്രാപിക്കുന്നത്. എല്ലാവരും പാപലേശമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച ഏക യേശു ക്രിസ്തു മാത്രമാണ്. അത് സംശയമില്ലാത്ത കാര്യമില്ല. അടുത്തതായി പറയുന്നത് മറിയം നിത്യകന്യകയാണെന്ന് വാദമാണ്. എന്തബദ്ധമാണെന്ന് അല്പം ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള യേശുവിൻ്റെ അമ്മ മറിയ ഏറ്റവും കുറഞ്ഞത് 7 മക്കളെങ്കിലും പ്രസവിച്ചിരുന്നു എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടും. മത്തായിയുടെ സുവിശേഷം 12:47-50 വരെ, 13:54-56 വരെ, മർക്കോസ് 3:31-56, 6:2-3, ലൂക്കോസ് 8:19-21 വാക്യങ്ങൾ, 11:27-28 എന്നീ വാക്യങ്ങൾ വായിച്ചാൽ 2 കാര്യങ്ങൾ വ്യക്തമാകും. യേശു ചോദിക്കുന്നു, എൻ്റെ അമ്മയാർ? എൻ്റെ സഹോദരന്മാരാർ? ഏതെങ്കിലും ഒരു മകൻ സ്വന്തം അമ്മയുടെ കേൾക്ക് നേരാണ് എൻ്റെ അമ്മ ചോദിക്കുമോ? അമ്മയെ പരിഹസിക്കുന്ന മകനാണോ യേശു? യേശു ഒരിക്കലെങ്കിലും മറിയത്തെ അമ്മ എന്ന് വിളിച്ചിട്ടില്ല. മകളെ എന്ന രക്തസ്രാവക്കാരിയെയും മറിയ എന്ന മഗ്ദലക്കാരിയെയും വിളിച്ചതായി കാണാം. പൊതുവിൽ സ്ത്രീ എന്നാണ് കർത്താവ് സംബോധന ചെയ്തിരുന്നത്. ഭാവി കാലത്ത് തൻ്റെ അമ്മയ്ക്ക് തന്നേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന പൈശാചിക ഉപദേശം വരുമെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ടാണ് മറിയത്തിന് പ്രത്യേക പ്രാധാന്യമൊന്നും കൊടുക്കാതെ കർത്താവ് ശ്രദ്ധിച്ചത്. ഉദാഹരണത്തിന് കൊന്തയിരുമ്പോൾ 51 പ്രാവശ്യം മറിയത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ 6 പ്രാവശ്യമേ വിളിക്കുന്നുള്ളൂ. ലൂത്തിനയിലെ മാതാവിൻ്റെ വിശേഷങ്ങൾ കേട്ട് മറിയ പോലും രക്ഷിക്കുന്നുണ്ടാവും. ലൂക്കോസ് 11:27-28 നിന്റെ അമ്മ ഭാഗ്യവതി എന്ന് സൂചിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ദയവായി വായിച്ച് ധ്യാനിക്കൂ. യേശു കർത്താവിനെ പറ്റി പറയുന്ന സാക്ഷ്യം യോഹന്നാൻ 8:52 അതായത് ഞാൻ അബ്രഹാം പിതാവിന് മുൻപേ ഉണ്ടെന്ന്. മർക്കോസ് 6:3 ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടി ഇല്ലയോ എന്ന് ജനം പറയുന്നതിൽ നിന്നും യേശു ഉൾപ്പെടെ ഏറ്റവും ചുരുങ്ങിയത് 7 മക്കളെങ്കിലും മറിയത്തിനുണ്ടായിരുന്നു എന്ന് വ്യക്തമല്ലേ? സഹോദരിമാരും എന്ന ബഹുവചന പ്രയോഗത്തിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് 2 സഹോദരിമാർ എങ്കിലും മറിയം പ്രസവിച്ചുകൊണ്ടായിരുന്നു എന്ന് സ്പഷ്ടമാണ്. അക്കാലത്ത് എല്ലാ വീടുകളിലും 10ഉം 15ഉം കുട്ടികൾ വീതം ഉണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ യോസഫിൻ്റെയും മറിയത്തിൻ്റെയും സഹോദരന്മാർ ഏറ്റവും ചുരുങ്ങിയത് 20 പേരെങ്കിലും കാണുമല്ലോ. അവർ ഓരോരുത്തർക്കും 10 കുട്ടികൾ വീതം ശരാശരി കണക്കാക്കി കൂട്ടിയാൽ പോലും യേശുവിൻ്റെ ഫസ്റ്റ് കസിൻസായി ഏകദേശം 200 പേരെങ്കിലും കാണേണ്ടതല്ലേ? അപ്പോൾ പിന്നെ 4 പേരുടെ മാത്രം പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്വന്തം സഹോദരന്മാരായി മറിയയുടെയും യോസഫിൻ്റെയും മക്കളാണെന്ന് സാമാന്യബോധമുള്ള ആർക്കും സംശയം കൂടാതെ മനസ്സിലാകില്ലയോ? യോഹന്നാൻ 7:3-10 വരെയുള്ള വാക്യങ്ങൾ
യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മറിയ പ്രസവിച്ച മക്കളാണെന്ന് വളരെ സ്പഷ്ടമല്ലേ? അതുപോലെ നമ്മുടെ സങ്കീർത്തനം 69 അതിൻ്റെ 8-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ചല്ലയോ? അപ്പോൾ യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് വളരെ സ്പഷ്ടമല്ലേ അവിടെ? ഇത്ര കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ എന്തിനാ സംശയിക്കുന്നത്? നമ്മൾ പറഞ്ഞ അതായത് ജോസഫിന് ആ വിഷയത്തിൽ ബലപ്പെടുത്തുന്ന തിരുവചനത്തിൽ രേഖപ്പെടുത്താത്ത ഒരു നിഗമനം കൂടി ശ്രദ്ധിക്കണം. ഇത് അംഗീകരിക്കണമെന്നില്ല, എങ്കിലും ഒരു സാധ്യതയുള്ളത് കൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലൂക്കോസ് 2:41-50 വാക്യങ്ങളിൽ യേശുവിന് 12 വയസ്സുള്ളപ്പോൾ യേശു യെരുശലേമിലേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ അവർ പോയിട്ട് വരുമ്പോൾ മാതാപിതാക്കളുടെ കൂടെ യേശു വന്നില്ലായിരുന്നു. യേശു എന്ന ഏക മകൻ മാത്രമേ തങ്ങൾക്കുണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഒരിക്കലും യേശുവിനെ കൂടാതെ അവർ പോരുമായിരുന്നില്ല. തനിക്ക് 12 വയസ്സുണ്ടായിരുന്നതുകൊണ്ടും ഈ സമയത്ത് മറിയയ്ക്ക് മിക്കവാറും 4 മക്കൾ കൂടി ജനിച്ചിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നതുകൊണ്ടും യേശുവിന് 12 വയസ്സ് കൊണ്ടുമൊക്കെയും തങ്ങളുടെ കൂടെ തന്നെ വരണമെന്ന് അവർ നിർബന്ധിച്ച് കാണുകയില്ല. ഇതൊരു നിഗമനമാണ്, ഒരു സാധ്യതയാണ്. വചനത്തിൽ അങ്ങനെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഞാൻ വലിയൊരു ചെറിയ നിഗമനം എന്ന് മാത്രം കൂട്ടിയാൽ മതി. മത്തായി 1:25 മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്നതിൻ്റെ സാമാന്യ അർത്ഥം എന്താണ്? യേശു ജനിച്ച ശേഷം ദമ്പതിമാർ ദാമ്പത്യത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ആദ്യത്തെ പ്രസവത്തിന് ശേഷം മറിയ കന്യകയല്ലെന്നും വളരെ സ്പഷ്ടമല്ലേ? യേശുവിന്റെ ജനനം വരെ മറിയ കന്യകയായിരുന്നു, സത്യമാണ്. പക്ഷേ അതിനുശേഷം സാധാരണ കുടുംബജീവിതം നയിച്ചിരുന്നു എന്ന് തെളിയിക്കേണ്ടതിനാണ് 25-ാം വാക്യം പരിശുദ്ധാത്മാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആശയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ലൂക്കോസ് 2:7 പറയുന്നത്. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്ന് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതും മറിയ നിത്യകന്യകയല്ലെന്ന് തെളിയിക്കുന്ന സ്പഷ്ടമായ വാക്യങ്ങളല്ലയോ? ഇതൊക്കെ എത്ര കൃത്യമാണ്. അടുത്ത ഒരു ദൂരദർശനം മറിയ മധ്യസ്ഥ എന്നുള്ളത്. അതിനെ പ്രധാനമായും പറയുന്നത് വാതകരി കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയ കാര്യം യേശുവിനോട് പറഞ്ഞപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി വീട്ടുകാരുടെ മാനം രക്ഷിച്ച സംഭവമാണ്. എന്നാൽ തിരുവെഴുത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11 യേശു ഈ അടയാളം ചെയ്തത് തൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല. കാനാൻകാരി സ്ത്രീയുടെ കാര്യത്തിൽ ശിഷ്യന്മാർ ശുപാർശ ചെയ്തിട്ടും യേശു ഉടനെ മറുപടി നൽകിയില്ല. കർത്താവ് ചെയ്ത വീര്യപ്രവൃത്തിയൊന്നും ആരുടെയും ശുപാർശ കൊണ്ടോ മധ്യസ്ഥത കൊണ്ടോ ആയിരുന്നില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മറിയ ഒരിടത്തും പിന്നീട് യേശുവിൻ്റെ ഇടയ്ക്കൽ മധ്യസ്ഥ വഹിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശുവിന് അത് ഇഷ്ടമല്ലെന്ന് മറിയത്തിന് ബോധ്യമായിരുന്നു. അവിടെയാണ് വിഷയം. യേശുക്രിസ്തുവിന്റെ നമുക്കറിയാം അവസാന നിമിഷങ്ങളിൽ ക്രൂശിലെ മൊഴികളിൽ പെട്ടത് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ഇതിന്റെ പൊരുൾ എന്താണ്? ഈ അന്ത്യനിമിഷത്തിൽ പോലും ഹൃദയം നുറുങ്ങിയ അമ്മയെ നോക്കി അമ്മേ എന്ന് വിളിക്കാതെ യേശു സ്ത്രീയെ എന്ന് സംബോധന ചെയ്തത് എന്തുകൊണ്ടാണ്? അതൊന്ന് ചിന്തിക്കേണ്ട വിഷയമല്ലേ ദൈവമക്കളെ? ലോകത്തിന് മുഴുവൻ അമ്മയായ മറിയത്തെ യേശു ഏൽപ്പിച്ച ഭാഗമാണ് ഇതെന്ന് വാദിക്കുന്നവരോട് എന്ത് പറയാൻ? സർവർക്കും അമ്മയായി തിരുവെഴുത്തുകൾ കാണുന്നത് ഹൗവായെയാണ്, ഉൽപ്പത്തി പുസ്തകം 3:20. പിന്നെ സാറായെ പൊതു അമ്മയായി കാണാം, ഉൽപ്പത്തി പുസ്തകം 17:16. പിന്നെയുള്ള പരാമർശനം ഇസ്രായേലിന്റെ മാതാവായി ദെബോറയെ പ്രഖ്യാപിക്കുന്നതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 5:7. സങ്കടം കൊണ്ടും വേദന കൊണ്ടും പിടയ്ക്കുന്ന മാതൃഹൃദയത്തെ നോക്കി സമാധാന പ്രഭുവായ യേശു മറിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ് യോഹന്നാൻ 19:26 വാക്യം. അന്ത്യമൊഴികളെ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് സത്യത്തെ മാതാവിനോടുള്ള ഭക്തി തെളിയിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടുന്ന ഈ നേതാക്കന്മാരെ പറ്റി എന്ത് പറയാൻ? ഏകദേശം 15-ാം നൂറ്റാണ്ടോടെയാണ് ഈ ചതി ദൈവസഭയിൽ സംഭവിച്ചെന്നാണ് കേൾവി. സത്യമായ സത്യവചനത്തെ
ദൈവം നമ്മോടുകൂടി ഇരിപ്പാൻ ലോകത്തിലേക്ക് അയച്ച പരിശുദ്ധാത്മ സഹായത്തോടെ ഗ്രഹിപ്പാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ച് ദുരുപദേശമായ പുളിച്ചമാവിനെ ഒഴിവാക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. മറ്റൊരു വിചിത്രമായ കെട്ടുകഥയാണ് മറിയത്തിന്റെ സ്വർഗ്ഗാരോഹണം. മറിയം മരിച്ച ശേഷം അടയ്ക്ക ശവക്കല്ലറ ഇസ്രായേൽ തീർത്ഥാടനത്തിന് പോകുന്ന സകലരും കാണാറുണ്ടല്ലോ. ആ കല്ലറ തന്നെ അവർ മരിച്ചടക്കപ്പെട്ടതിന്റെ ഏറ്റവും നല്ല തെളിവല്ലേ? യോഹന്നാൻ അപ്പോസ്തലൻ പോലും ഏറ്റവും പ്രാചീന മരിച്ച ശിഷ്യൻ മറിയത്തിന്റെ മരണത്തെ പറ്റിയോ സ്വർഗ്ഗാരോഹണത്തെ കുറിച്ചോ അടക്കത്തെ പറ്റിയോ പരാമർശിച്ചിട്ടില്ലെന്നതുകൊണ്ട് മറിയത്തിന് യാതൊരുവിധ പ്രത്യേക പരിഗണന പോലും കൊടുത്തില്ലെന്ന് സ്പഷ്ടമാണ്. അപ്പോസ്തലപ്രവൃത്തി 1:14 അവസാനമായി മറിയത്തെ പറ്റിയുള്ള സൂചനയുള്ളത്. അതിനുശേഷം മറിയ മാതാവിനെ പറ്റി ഒരു പരാമർശവും തിരുവചനത്തിലെങ്ങും എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ മറ്റൊരു കള്ളക്കഥയാണ് മറിയം പ്രത്യക്ഷപ്പെട്ടു എന്നത്. കലാകാരന്മാർ രൂപകൽപ്പന ചെയ്ത മറിയത്തിന്റെ ചിത്രത്തിലുള്ള രൂപപ്രത്യക്ഷപ്പെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുണ്ടായിട്ടുണ്ടാവാം. ചിലരൊക്കെ അങ്ങനെ കണ്ടു, സംസാരിച്ചു എന്ന് പറയുന്നത് സത്യവുമാകാം. ബൈബിളിൽ പറയുന്നു പിശാച് പോലും മാലാഖയുടെ വേഷം കെട്ടി പ്രത്യക്ഷമാകുമെന്ന് 2 കൊരിന്ത്യർ 11:14 പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ മാതാവിന്റെ രൂപത്തിൽ പിശാച് വേഷം കെട്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കാൻ വഴിയുണ്ട്. അത് തെറ്റു പറയാനാവില്ല, സാധ്യതയുണ്ട്. യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണ ശേഷം ദൈവസഭയെ നയിക്കാനും ഭരിക്കാനും ഇന്ന് ദൈവം അയച്ച തൻ്റെ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് വേറൊരു സുവിശേഷമോ യേശുവോ ആത്മാവോ സഭയിലുണ്ടാവില്ല. എവിടെയെങ്കിലും ഹവ്വായെ തന്ത്രപൂർവ്വം വഞ്ചിച്ച പിശാച് പല വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് സഭയെ ചതിക്കാൻ ശ്രമിച്ചാൽ അത് തിരുവചന വെളിച്ചത്തിൽ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് ജനത്തെ സഹായിക്കും. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടാൻ ശ്രമിക്കാം. മറ്റു മതങ്ങളിലും മറ്റു പ്രസ്ഥാനങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠപ്പെടലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളം നടക്കുന്നില്ലേ? അത്ഭുതങ്ങൾ നടന്നു എന്നതുകൊണ്ടോ അതിശയങ്ങൾ പ്രവർത്തിച്ചു എന്നതുകൊണ്ടോ അത് ദൈവികമാകണമെന്നില്ല. തിരുവചനത്തിൽ നമുക്ക് തെളിവുണ്ടല്ലോ. അതായത് ഫറവോന്റെ അടുക്കൽ മോശയും അഹ്റോനും വന്നു ഫറവോനോട് സംസാരിച്ചു. അപ്പോൾ ആ വടി താഴെയിട്ടപ്പോൾ അത് പാമ്പായി. ഈ അത്ഭുതം കണ്ട് ഉടനെ ഫറവോ ചെയ്തത് എന്തുവാ? മന്ത്രവാദികളെ വിളിച്ചു വരുത്തി അവര് മന്ത്രാഞ്ജലി വഴിയിട്ടപ്പോൾ അതും പാമ്പായി. വടിയെ പാമ്പാക്കാൻ കഴിയുന്ന മന്ത്രവാദ ശക്തി അക്കാലത്തുമുണ്ട് ഇക്കാലത്തുമുണ്ട്. പക്ഷെ ഒരു കാര്യം സംഭവിച്ച് നമുക്കറിയാമല്ലോ. മോശയുടെ വഴി ആ പാമ്പ് മറ്റതിനെയൊക്കെ വിഴുങ്ങി. ഈ സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരടയാളം നടന്നു എന്നതുകൊണ്ടോ അത്ഭുതം നടന്നു എന്നതോ അത്ഭുത രോഗസൗഖ്യം നടന്നു എന്നതുകൊണ്ടോ വലിയ വീരപ്രവൃത്തികൾ നമ്മുടെ കൺമുൻപിൽ കണ്ടു അല്ലെങ്കിൽ കേട്ടു എന്നതുകൊണ്ടോ അതെല്ലാം ദൈവികമാകണമെന്നില്ല. അത് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ അത്ഭുതങ്ങളുടെ പുറകെ പോകേണ്ടവരല്ല. അത്ഭുതങ്ങളല്ല നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ദൈവസ്നേഹമായിരിക്കട്ടെ നമ്മെ ഭരിക്കുന്ന ഘടകം. അതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നേക്ക് നമ്മളോട് ഇരിക്കാൻ ദൈവം അയച്ച നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ നയിക്കാൻ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് അബദ്ധം പറ്റാതെ ഇരിക്കാൻ സാധിക്കും. ഇന്ന് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും മൂല്യച്യുതിയും വിശ്വാസ തകർച്ചയും കാണാൻ കഴിയും. കർത്താവിന്റെ വരയെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ലൂക്കോസ് 18:8 ചോദിക്കുന്ന വാക്യം വളരെ പ്രസക്തമാണല്ലോ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഈ വാക്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്പരം പോരടിക്കുകയും മുഴുവനും ഒടുങ്ങിപ്പോവുകയും ചെയ്യുന്ന സ്നേഹം തണുത്തുപോയ ആത്മീയ ലോകത്തിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. സ്നേഹം തന്നെയായ 1 യോഹന്നാൻ 4:8-16 വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ 1 തിമോത്തിയോസ്
4-ന്റെ 15-16 വാക്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് എൻ്റെ ഭാവന ചെയ്ത വാക്യങ്ങളല്ല. ദൈവജനം ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. 1 തിമോത്തിയോസ് 4-ന്റെ 15-16 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ കർത്താവിന് നാമുള്ള യഹോവയായ പിതാവായ ഏക സത്യദൈവത്തിലും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലും നമുക്ക് ആശ്രയിച്ചും ശരണപ്പെട്ടും പ്രത്യാശിച്ചും വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. അപ്പസ്തോലന്മാരുടെ ഉപദേശം ശരിയായ ഉപദേശം കേൾക്കും. വ്യാജോപദേശങ്ങൾ നമ്മെ ചതിക്കാനിടയുള്ളത് കൊണ്ട് നമ്മൾ അബദ്ധം പറ്റരുത്. ദൈവമക്കളെ, തിരുവചനത്തിൽ പത്രോസ് ആ ജനത്തോട് പറഞ്ഞ അപ്പസ്തോലന്മാരുടെ ഉപദേശം എന്നുള്ള വാക്യം ശ്രദ്ധിക്കണം. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരുക്കി തന്ന തിരുവചനത്തിലുള്ള ഉപദേശങ്ങളാണ് സ്വീകാര്യം. അതിനപ്പുറം ഏത് വലിയ പ്രമാണി പറഞ്ഞാലും അത് സ്വീകരിക്കരുത്. അത് അബദ്ധമാണ്, പൈശാചികമാണ്, അബദ്ധജടിലമാണ്. പറയുന്ന ഉപദേശം ആര് പറഞ്ഞാലും കേൾക്കാൻ തെറ്റൊന്നുമില്ല, കേൾക്കുന്നത് നല്ലതാണ്. പക്ഷേ തിരുവചനത്തിൽ അതിന് പ്രസക്തിയുണ്ടോ, തിരുവചനത്തോട് അത് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നാമാണ് ശോധന ചെയ്യേണ്ടത്. ശോധന ചെയ്ത് വചനത്തോട് ബന്ധപ്പെട്ട് വചനബന്ധിയായ ഉപദേശം ആര് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാം. എന്നാൽ വചനത്തോട് പൊരുത്തപ്പെടാത്ത അബദ്ധജടിലമായ ഉപദേശങ്ങൾ എത്ര വലിയ പ്രമാണി പറഞ്ഞാലും തള്ളിക്കളയുകയും ചെയ്യുന്നു. അക്കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും ദൈവം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ദുരുപദേശങ്ങൾ വല്ലാതെ കർത്താവ് തന്നെ പുളിച്ചും അവനെ സൂക്ഷിക്കാൻ ഓർപ്പിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഈ നാളുകളിൽ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. യേശുക്രിസ്തു പോലും അപ്പസ്തോലന്മാരോട് പറഞ്ഞല്ലോ, ഞാൻ പഠിപ്പിച്ച ഉപദേശം മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിച്ച് എൻ്റെ ശിഷ്യരാക്കുവിനെന്ന് യേശു പഠിപ്പിച്ചതുകൊണ്ട് ഉപദേശം ശ്രദ്ധിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനായി നമുക്ക് ഒരുങ്ങാം. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അടുത്ത ഭാഗം നമുക്ക് പിന്നീട് അടുത്ത പ്രാവശ്യം കേൾക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവജനമേ, ഒരു കാര്യം കൂടി ഈ സംഭവം ഓർപ്പിച്ചുകൊള്ളട്ടെ. ഈ ഭാഗത്തിന് മുൻപുള്ള കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആ ഭാഗത്തിൽ നമ്മൾ അശുദ്ധ മൃഗങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് പ്രധാനമായും നടത്തിയത്. അതിനകത്ത് പുതിയ നിയമത്തിന് വല്ല പ്രസക്തിയുണ്ടോ എന്ന സന്ദേഹം ചിലർക്കുണ്ടായേക്കാം. അതുകൊണ്ട് പുതിയ നിയമത്തിലെ പ്രസക്തമായ 1-2 കാര്യങ്ങൾ കൂടി ഈ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇടുകയും അരുത്. അവ കാൽ കൊണ്ടവയെ ചവിട്ടിക്കളയുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത് എന്ന് സന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പന്നിയെപ്പറ്റിയും അതുപോലെ നായ്ക്കളെ പറ്റിയും കഥാവായ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രസക്തി ദൈവജനം ചിന്തിക്കുകയും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേ അധ്യായത്തിന്റെ 15-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതിനകത്ത് തിരുവചന പ്രകാരം തന്നെ യേശുക്രിസ്തുവിന്റെ തിരുവചനം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആ സത്യം ദൈവജനം പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കുകയും അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് പറഞ്ഞ വാക്യം. അപ്പൊ നായ്ക്കുട്ടികളുടെ അവിടെയും നമുക്കൊരു ഒരു എന്താ പറയുക, അശുദ്ധ മൃഗം എന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാട് വേണമെങ്കിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം അതിനോട് ചേർത്ത് ദൈവജനം വായിക്കും. ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഈ കഥാവായ യേശുക്രിസ്തു 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തോട് വളരെ സാദൃശ്യമുള്ള വാക്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിലും ഇതിനെപ്പറ്റി പരാമർശനമുണ്ട്. അത് ദൈവജനം ഞാൻ എടുത്ത് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ കൂടി ഓർപ്പിച്ചുകൊള്ളട്ടെ ദൈവമക്കളെ. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിനോട് ചേർത്ത് വായിക്കൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 66-ാം അധ്യായത്തിന്റെ 3-ഉം 17-ഉം വാക്യങ്ങളും ഈ വിഷയത്തോട് ചേർത്ത് വായിച്ച് ദൈവജനം ചിന്തിക്കൂ. അപ്പോൾ അശുദ്ധമായ മൃഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ദൈവമക്കളെന്ന് ഭാവിക്കുന്ന പല വ്യക്തികളുടെയും ഭവനത്തിൽ പട്ടിയെ വളർത്താൻ വലിയ കൂട് പണിത് നല്ല ശാപ്പാട് കൊടുത്ത് അതിനെ പോയിട്ട് പുറത്ത് കുളിപ്പിച്ച് കൂട്ടപ്പനായി വളർത്തുന്ന ചരിത്രം നമ്മൾ അനുഭവങ്ങൾ കാണുന്നുണ്ടല്ലോ.
എന്നാൽ എത്ര പൈശാചികമാണ് ഈ നടപടി എന്ന് ബോധമുള്ളവർ ചിന്തിക്കട്ടെ. തൊട്ടടുത്ത് താമസിക്കുന്ന പാവം പിടിച്ച കുടിലില് അരിമടിക്കാൻ കഴിവില്ലാത്ത പാവങ്ങളെ പറ്റി ഒരു പരിഗണനയുമില്ലാതെ ഈ അശുദ്ധ മൃഗത്തിന് തിന്നാൻ കൊടുത്ത് അതിനെ കുളിപ്പിച്ച് സോപ്പിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് വൃത്തിയായി കൊണ്ടുവരുന്ന വീട് കാക്കാനെന്നുള്ള കെയറോപ്പിൽ ഏൽപ്പിക്കുന്ന വൈശാചിക വ്യാപാരത്തെ എന്തു പറയാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന കർത്താവ് പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും സംഭവമാണ്. അത് ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കൂ. ദയവ് ചെയ്ത് പന്നികളെയും നായ്ക്കളെയും ദൈവജനത്തിന്റെ ഭവനങ്ങളിൽ വളർത്താതിരിക്കാൻ ശ്രദ്ധിക്കൂ, അവയെ ഒഴിവാക്കൂ എന്ന് വളരെ വിനയത്തോടെ പറയുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കൂ, അതനുസരിച്ച് പ്രവർത്തിക്കൂ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം.